ഇവിടെ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കണേ. സം ഓഫ് ഫസ്റ്റ് 7 ടേം എന്ന് പറയുന്നത് 133 തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 7 ടേം എന്ന് പറഞ്ഞാൽ S7 ആണ്. 133 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് ഫസ്റ്റ് 14 ടേം S14 തന്നിട്ടുണ്ട്, S14 തന്നിട്ടുണ്ട്, 511 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോർത്ത് ടേം എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർത്ത് x4 കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സം ഓഫ് 7 ടേംസ് 133 ആണെങ്കിൽ x4 എന്ന് പറഞ്ഞ എന്താ? 7നോട് 1 കൂട്ടി 8, 8ന്റെ പകുതി അല്ലേ 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ S7 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 കൊടുത്താൽ നമുക്ക് ഫോർത്ത് ടേം ആയി. ഏതാണോ നമ്പർ തന്നേക്കണ ഇങ്ങനെ ഓഡ് നമ്പർ ആണെങ്കിൽ ഈ 7നോട് 1 കൂട്ടുമ്പോൾ 8 കിട്ടും. ആ 8ന്റെ പകുതിയാണ് 4, അതായത് ഫോർത്ത് ടേം എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ S7നെ സം ഓഫ് 7 ടേമിനെ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ, നമ്പർ ഓഫ് ടേംസ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 133നെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 19 വരും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഫോർത്ത് ടേം നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 19 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കണം വാട്ട് ഈസ് ദ 11th ടേം എന്നാ പറഞ്ഞേക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് സം ഓഫ് 14 ടേം 14 ടേമിന്റെ സമ്മ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് S14 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 511. നമുക്കറിയാം ഈ 14 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേഴ്സിന്റെ സമ്മേ അവിടെ വരുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് പെയർ ആയിട്ട് വരുന്നതെന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1ഉം x14 വരും, പിന്നെ 2ഉം 13 വരും, 3ഉം 12, 4ഉം 11. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 4ഉം 11 അല്ലേ സമ്മ് പെയർ വരുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? x4 പ്ലസ് x11 എന്ന് പറയുന്നത് എന്തായിരിക്കും? S14 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. അപ്പൊ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 14 ആണെങ്കിൽ ആ 14ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 7 പെയറുകൾ അവിടെ വരുന്നത്. കാരണം 1, 2, 3, 4, 5, 6, 7 പെയേഴ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ S14/7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ രണ്ട് നമ്പറിന്റെ സമ്മ കിട്ടും. അപ്പൊ S14/7, S14 എന്ന് പറഞ്ഞാൽ 511/7 വരും. 511നെ 7 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. അപ്പൊ ഇവിടെ എന്താ? 7 5 7 49, 7 വരും, 49 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ 21 വരും, 73 വരും. അപ്പൊ നമ്മൾ 73 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? x4 പ്ലസ് x11 കിട്ടണം. അപ്പൊ x4 പ്ലസ് x11 എന്ന് പറഞ്ഞ എത്രയും മക്കളെ? 73 കിട്ടി. അതിനകത്ത് x4 ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 19. അപ്പൊ അതിനകത്ത് നിന്ന് x11 കിട്ടില്ലേ? ഇനി നമുക്ക് അത് വെച്ച് എന്താണ്? റൈറ്റ് 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസും കൂടെ എഴുതണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി മക്കളെ? x4 പ്ലസ് x11 എന്ന് പറയുന്നത് നമുക്ക് 73 കിട്ടി. ഇനി x4 എത്രയാണ് നമുക്ക് കിട്ടിയാണ്? 19 ആണ്. 19 പ്ലസ് x11 സമം 73 ആയില്ലേ? നമുക്ക് ഇനി ആരെ കണ്ടുപിടിക്കണം? x11 കണ്ടുപിടിക്കണം. അപ്പൊ ഈ x11 അവിടെ നിൽക്കുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ 73 മൈനസ് 19 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 വരും. അപ്പൊ നമുക്ക് x11ഉം x4ഉം കിട്ടി. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് 3 ടേംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡി അറിയണം. ഡി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു x4. ഇവിടെ തന്നേക്കണേ x11ഉം x4ഉം കിട്ടിയിട്ടില്ലേ? അപ്പൊ x11 മൈനസ് x4 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4 ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് നമ്മുടെ ഫോർമുലയിലേക്കായി. അപ്പൊ x11 എന്ന് പറഞ്ഞാൽ 54 മൈനസ് x4 എന്ന് പറഞ്ഞാൽ 19, താഴെ 11 4 കുറച്ച 7 വരും. 54 19 കുറച്ച് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 54 19 കുറച്ചാൽ 35 വരും. 35/7 വരും. ഇനി 35/7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5 കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് വേണമെങ്കിൽ ഫോർത്ത് ടേമിൽ നിന്ന് കുറച്ച് നമുക്ക് ഫസ്റ്റ് 3 ടേംസ് നമ്മളോട് ചോദിച്ചേക്കണേ. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയും നമുക്ക് കിട്ടിയേക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 19. അപ്പൊ x14 എന്ന് പറഞ്ഞാൽ 19. അപ്പൊ ഈ 19നോട് എന്ത് ചെയ്താൽ മതി? 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് S3 കിട്ടും. അപ്പൊ 14ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവും? S3 ആണ്. ഇനി വീണ്ടും S2 എന്ന് പറഞ്ഞാൽ 14ന്ന് 5 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ 14ന്ന് 5 കുറച്ചാൽ 9 വരും. വീണ്ടും x1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9ന്ന് 5 കുറച്ചാൽ 4 വരും. അപ്പൊ നമ്മുടെ സീരീസ് സീക്വൻസ് ആയി.
3 ടേംസ് ആയി. ഒന്ന് പറഞ്ഞു നോക്കിയാൽ 4 4 5 9 9 5 14 14 5 19 എക്സെട്ര. അപ്പൊ നമുക്ക് റൈറ്റ് 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ആയി. വേണമെങ്കിൽ ഫസ്റ്റ് ടൈം ഇത് വെച്ച് നമുക്ക് ഫോർമുല വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഫോർമുല വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിലോ x4 എന്ന് പറഞ്ഞാൽ f പ്ലസ് 3d ആണ്. അത് നമുക്ക് 19 വരും. കറക്റ്റ് അല്ലേ? നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് അറിയാൻ പാടില്ല. f പ്ലസ് 3 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പൊ ഈക്വൽ ടു 19 വരും. അപ്പൊ നമുക്ക് f പ്ലസ് 15 ഈക്വൽ ടു 19 വരും. അപ്പൊ f എന്ന് പറഞ്ഞാൽ 19 മൈനസ് 15 ഈക്വൽ ടു 4. അപ്പൊ അത് 4 ആയി. അപ്പൊ അത് വെച്ചിട്ട് 4 എഴുതി കഴിഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസ് 5 കൂട്ടി എഴുതിയാലും നമുക്ക് ഇനി അങ്ങനെ എഴുതാം. ഫസ്റ്റ് ടൈം 4 ആയി, അതിനോട് d 5 അല്ലേ, അപ്പൊ 9 ആയി. 9നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 13 14ആയി. 14നോട് 5 കൂട്ടിയാൽ 19 എക്സെട്ര. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയും നമ്മൾ ടേംസ് എഴുതി കണ്ടുപിടിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവണൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കും. കറക്റ്റ് ആൻസർ ആയ ഫുൾ മാർക്ക് കിട്ടും.